ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒത്തിരി സന്തോഷത്തോടാണ് ഇന്ന് ഞങ്ങളായിരിക്കുന്നത്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഷീജ സിസ്റ്ററുമായി എൻ്റെ കൂടി ഇരിക്കുന്നത്. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമേ ഞാൻ എല്ലാവർക്കും നന്ദി കരയറ്റുന്നു. അനേകരെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഇത് പീഡ അനുഭവിക്കുന്ന ദൈവസഭയിൽ ഒരു പുതിയ തുടക്കമാണ്. ഇങ്ങനത്തെ ഒരു കമ്പൈൻഡ് ഫാസ്റ്റിങ്ങും പ്രേയിങ്ങും. എസ്തറിൻ്റെ പറ്റി നമ്മൾ വേദോസ്തത്തിൽ വായിച്ചു. ഹാമാൻ എസ്തറിനോട് പറഞ്ഞു, എസ്തർ ഉപവാസമെടുത്തു ജനങ്ങളുടെ വിടുതലിന് വേണ്ടി. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ലോകം മുഴുവനും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു എക്സാമ്പിളാണ്. ഇനിയും തൊട്ട് ഇതിനൊരു തുടക്കം നമ്മൾ ഇട്ടെങ്കിൽ ഇനിയും ഇത് തീരുന്നിടം വരെ, അല്ലെങ്കിൽ യേശുവിൻ്റെ വരവ് വരെ എല്ലാ പീഡ അനുഭവിക്കുന്ന കേസുകൾക്ക് വേണ്ടിയും നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ബിക്കോസ് 10 വർഷം തൊട്ട് പീഡ അനുഭവിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ച് ഇതിനുവേണ്ടി നിൽക്കുമ്പോൾ ജോസ് പാപ്പച്ചനും ഷിജ സിസ്റ്റർ പോലെയാ നമുക്ക് എല്ലാവരും, അതാരായിക്കോട്ടെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയമാണെങ്കിൽ അത് എല്ലാവരും ഇമ്പോർട്ടൻ്റാ. ക്രിസ്തുവിൻ്റെ സൈറ്റിൽ ആരും വലിയവരോ കുറഞ്ഞവരോ ഒന്നുമില്ല. നമ്മൾ വെൽക്കം ചെയ്യാം. ആദ്യം ഷീജ സിസ്റ്റർ എന്തോ പറയേണ്ടത് നന്ദി കരറ്റുന്നു. ആദ്യം ആൾക്കാർ പ്രാർത്ഥിച്ചതിന് വേണ്ടി യു കെൻ ജസ്റ്റ് സേ താങ്ക് യു. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായി കർത്താവിന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഈ പെർസിക്യൂഷൻ റിലീഫിലെ ആദ്യമായി ഈ പെർസിക്യൂഷൻ്റെ ഫൗണ്ടറായിരിക്കുന്ന ഷിബു തോമസ് ബ്രദറിനെ, അതുപോലെ ഇത് ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ ദൈവദാസിമാരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ജയിലിൽ നിന്ന് എത്രയും വേഗത്തിൽ ഒരു മാസം ഞാൻ പോയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. 18-നാണ് ഞാൻ ജയിലിൽ പോയത്. അപ്പോൾ ഒരു മാസത്തോളം കർത്താവ് അവിടെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അതിനെല്ലാത്തിനും കർത്താവിന് നന്ദി പറയുന്ന അതിലുപരിയായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദേവദാസനും അതുപോലെ ദേവദാസന്മാർക്കും നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന് ഒത്തിരി നന്ദി. ആദ്യമായിട്ട് ഇങ്ങനത്തെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ഒരു യോഗ്യതയില്ല, പക്ഷെ ദൈവം ഒരു കൃപ തന്നു. അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ദേവദാസനും പാസ്റ്റർ ഷിബു തോമസും പ്രിസ്ക്രിപ്ഷൻ റിലീഫിലെ മറ്റ് മെമ്പേഴ്സും ലോകത്തിൽ അനേകർ ഞങ്ങൾക്ക് വേണ്ടി ദേവദാസ് പറഞ്ഞ പോലെ എസ്തറിനോട് മൊർദെഖായി പറഞ്ഞപ്പോൾ അവരെല്ലാവരും ചേർന്ന് ജനങ്ങളും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ അനേകർ പ്രാർത്ഥിച്ച ഫലമായിട്ടാണ് ഞങ്ങളിന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ അവർ ജയിലിൽ നിന്ന് ഇറങ്ങി. എത്ര മണിക്ക് ഇറങ്ങി നിങ്ങൾ? ഞങ്ങൾ അവിടെ നിന്ന് 7:30 ഇറങ്ങി. 7:30 ഇവർ റിലീസായി. പിൻപോട്ട് പോകുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കരം മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇത്ര എളുപ്പം ഒരു ഹിയറിംഗ് കിട്ടി ഇവർ നമ്മുടെ കൂടെ ഇന്ന് ആയിരിക്കത്തില്ലായിരുന്നു. ഈവൻ മാസങ്ങളായിട്ട് ശിക്ഷിച്ച ജനങ്ങൾക്ക് ഒരു ഹിയറിംഗ് ഡേറ്റ് പോലും കിട്ടാതെ അവർ വിഷമിക്കുമ്പോൾ പ്രാർത്ഥന മുഖാന്തരമാണ് ഇത് സംഭവിച്ചതെന്ന് പൂർണ്ണ ഉറപ്പും ധൈര്യവുമുണ്ട്. ആദ്യം തൊട്ടേ കേസ് പറയുവാണെങ്കിൽ 2023 ജനുവരിയില 23 ജനുവരിയിൽ ആദ്യമായിട്ട് നിങ്ങളുടെ അഗേൻസ്റ്റ് FIR വന്നതും നിങ്ങൾ അന്ന് തന്നെ ജയിലിൽ പോകുകയും 24-ാം തീയതി നിങ്ങൾ ജയിലിൽ പോയി. 8 മാസത്തോളം 2 പേരും ജയിലിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹൈക്കോർട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ഡിസിഷൻ തന്നു. ബെയിൽ തന്നപ്പം അവർ പറഞ്ഞു, വേദോസ്തം വായിക്കുന്നതോ അല്ലെങ്കിൽ വേദോസ്തം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരാളോട് കള്ളു കുടിക്കേണ്ടെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു ആരാധന നടത്തുന്നോ ഒന്നും തെറ്റല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അതിനുവേണ്ടിയുള്ള ഫ്രീഡമും ഇതും തരുന്നെന്ന് അത് ഹൈക്കോർട്ടിൻ്റെ വലിയൊരു ഡിസിഷനായിരുന്നു. പിന്നെ ലോവർ കോർട്ട് നിങ്ങളെ ശിക്ഷിച്ചു. ആദ്യമായിട്ട് 2ാമത്തെ കേസാണ്. ഉത്തർപ്രദേശിൽ ആദ്യമായിട്ട് ഒരാൾക്ക് ശിക്ഷ ലഭിച്ചത്. ശിക്ഷ മിനിമം 2 വർഷവും മാക്സിമം 10 വർഷവും. പക്ഷെ നിങ്ങൾക്ക് 5 വർഷത്തെ ശിക്ഷയും 25,000 രൂപ വെച്ച് പെനാൽറ്റിയും നടച്ചു.
25,000. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ജയിലിൽ പോയി. സഹോദരി പറഞ്ഞതിൻ്റെ കൂട്ട് 1 മാസത്തോളം നിങ്ങൾ ജയിലിലുണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി ഇന്നലെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് സഹോദരി ആദ്യം ഒന്ന് പങ്കുവെക്കാമോ? ഈ പ്രാവശ്യത്തെ ജയിലിൽ പോക്കും ലാസ്റ്റ് ടൈമിൽ ജയിലിൽ പോകുന്നതും എന്തോ ഡിഫറൻസ് ആയിരുന്നു? ഈ പ്രാവശ്യം നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് അതാ പോയതോ അതോ ലാസ്റ്റ് ടൈം പോലെ സെയിം ആണോ ഈ പ്രാവശ്യത്തെ അനുഭവം ലാസ്റ്റ് പ്രാവശ്യത്തെ ജയിലിൽ പോകുന്ന അനുഭവം? ബിക്കോസ് 2 പ്രാവശ്യം നിങ്ങൾ പോയി. അതിനെപ്പറ്റി ഒന്ന് പറയാമോ ആൾക്കാർക്ക്, താക്കി അവർ പ്രാർത്ഥിക്കാൻ അവർക്ക് പോയിന്റുകൾ ലഭിക്കാൻ? ആദ്യ സമയങ്ങളിൽ ഞങ്ങൾ ജയിലിലായിരിക്കുമ്പോൾ കൂടെ അച്ഛനും കൂടെയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് അത്രയും കൂടെ പേടി തോന്നിയില്ല. ആദ്യത്തെ ടൈം രണ്ടുപേരും ഒന്നിച്ചായിരുന്നു? ഒന്നിച്ചാ പോയത്. പക്ഷെ ഒരു ജയിലിലല്ലോ, ഒരു ജയിലിൽ തന്നെ സെപ്പറേറ്റ് ആണ്. കാണാനൊക്കത്തില്ലല്ലോ. ഞായറാഴ്ച കാണാൻ പറ്റുമായിരുന്നു. എത്ര നേരത്തേക്ക്? അരമണിക്കൂർ. ഒരു ദിവസം 1/2 മണിക്കൂർ, ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാ ആഴ്ചയും കാണുമായിരുന്നു. പക്ഷെ ഒന്നിച്ചാ കൂടുതൽ കൂടെ പോയത്. അതുകൊണ്ടൊരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നിങ്ങൾ ആദ്യം അറസ്റ്റായി 22-ന് എനിക്ക് തോന്നുന്നു ഇത് വന്നത്. നിങ്ങൾ ആദ്യം അറസ്റ്റായി, പിന്നെ 2 ദിവസം കഴിഞ്ഞ 18-ാം തീയതി പോയി. നിങ്ങൾ 22-ാം തീയതി പോയി. പറഞ്ഞോ. അപ്പോൾ അത് കാരണം പിന്നെ എനിക്ക് അച്ഛൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യമായിരുന്നു. എന്താ വെച്ചാൽ ആദ്യമായിട്ടല്ലേ ജയിലിൽ പോകുന്നത്. ജയിലിൻ്റെ അനുഭവം ഇല്ലല്ലോ. ജയിലിൽ മിനിസ്ട്രിക്കായിട്ട് ഞാൻ കേരളത്തിൽ പോയിട്ടുണ്ട്, തിരുവനന്തപുരത്ത്. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴല്ല അത് അറിയുന്നത്. അങ്ങനെ ജയിലിൽ ആദ്യം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എനിക്ക് തോന്നിയൊരു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നിയത് ഒരു ഹോസ്പിറ്റലിൻ്റെ അനുഭവമായിരുന്നു. അങ്ങനത്തെ ഒരു ഹോളിൽ എല്ലാവരും കൂടി കിടക്കുന്ന ഒരു അനുഭവം. പിന്നെ ലാസ്റ്റ് പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്നില്ല എന്ന് വന്നപ്പോൾ ഇച്ചിരി നിരാശ വന്നെങ്കിലും കൂടി പിന്നെ പ്രാർത്ഥിച്ച് അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ദൈവം കൃപ തന്നു. അതുപോലെ ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അച്ഛനില്ലാതെ ഞാൻ തന്നെയാണ് പോയത്. പക്ഷേ എനിക്ക് എന്താ ദൈവം എന്നെ ശക്തീകരിച്ച് എനിക്ക് യാതൊരു ഭയവും കൂടാതെ എനിക്ക് പോകാനായിട്ട് ദൈവം കൃപ തന്നു. അത് അനേകർ പ്രാർത്ഥിച്ചു ഞാൻ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത പിന്നെ എല്ലാവരും ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലൊക്കെയും നൽകി. പിന്നെ അതുപോലെ തന്നെ അവിടെ ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് അവിടെ ശിവച്ചനും അവരൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് നല്ല ധൈര്യമായിരുന്നു എനിക്ക് പോകാൻ. ഒരു പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു മിനിറ്റ്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാ ഈ ധൈര്യം വന്നത്? ഇതിനു മുമ്പേ നിങ്ങൾ കേട്ടു 8 മാസത്തോളം ജയിലിലുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമുള്ള സമയമല്ലായിരുന്നു ഇനീഷ്യൽ ഡേയ്സിൽ. പക്ഷെ ഈ പ്രാവശ്യം പിന്നെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ട് കാണും, വലിയ ധൈര്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ ധൈര്യം എങ്ങനെയാണ് ലഭിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം. പൗലോസ് പിന്നെയും എല്ലാ സഭകളോടും പറഞ്ഞ ഒരു കാര്യമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? താക്കി പിശാചിന്റെ തന്ത്രകളിൽ നിന്ന് വിടുവിച്ച്, ഇന്നലെയും ദൈവം വിടുവിച്ചു, ഇന്നും വിടുവിക്കും, നാളെയും വിടുവിക്കുമെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അതുമല്ല, സുവിശേഷം വലിയ ബോൾഡ്ലി ദൈവജനങ്ങളെ അറിയിക്കുവാനും, ഇത് ദൈവം അറിയാതല്ല ഇത് സംഭവിക്കുന്നത്. ദൈവത്തിന് വേണ്ടിയാ യേശുവിന്റെ നാമമുഖാന്തരമാ നമ്മൾ ഈ പീഡയെല്ലാം അനുഭവിക്കുന്നത്. ക്രിസ്തു മുഖാന്തരം അല്ലയോ യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ടല്ലോ ഇന്ന് അവരകത്ത് പോയത്. അപ്പം ക്രിസ്തുവിന്റെ പേരിന്റെ മുഖാന്തരമാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പോകുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ സ്വർഗമെല്ലാം ഏറ്റെടുത്ത് നമ്മളെ നടത്തിക്കോളും. ആ ധൈര്യവും ഉറപ്പും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ ഒരു സാന്നിധ്യവും കൃപയും ഞാൻ അനുഭവിക്കാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെ അനുഭവിച്ചു നിങ്ങൾ? ദൈവത്തിന്റെ ശബ്ദം കേട്ടോ അതോ ദൈവം ആത്മാവിൽ നമ്മളെ വല്ലതും നമ്മളോട് സംസാരിച്ചോ, വല്ലതും ഉറപ്പ് തന്നോ, വചനമുഖാന്തരം വല്ലതും ഉറപ്പ് തന്നോ? അങ്ങനെ വല്ലതും സ്പെസിഫിക്കലി കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? പാട്ടിലൂടെ ദൈവം ബലപ്പെടുത്തി. ഏത് പാട്ടാ? ഞാൻ നിന്റെ മുന്നേ പോയി നിനക്ക് സമാധാനം തരും. ഹിന്ദിയിലാ പാട്ട് പാടിയ ഒരു ലൈൻ ഒന്ന് പാടിക്കാതെ. मैं तेरे आगे आप चलूंगा और तुझको विश्राम दूंगा, चिंता न करो भय न करो, हाथ पकड़कर तुम्हें मैं चलाऊंगा. ഒന്നിനെ പറ്റി വിചാരപ്പെടല്ല, പേടിക്കല്ല, ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നടത്തുമെന്ന ഹിന്ദി പാട്ട് മുഖാന്തരം. അത് കൂടാതെ വേദപുസ്തകം ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ? വേദപുസ്തകം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാനിടയായി. അതൊന്ന് പറയാമെന്ന്. ഈ പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ ഞാൻ യെരുശലേമിനെ കാക്കും എന്നുള്ള ഒരു വചനം എന്നെ ദൈവം ഓർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അത് നിങ്ങൾ ലിറ്ററലി അനുഭവിച്ചോ ജയിലിന്റെ അകത്ത്? പക്ഷി ചുറ്റി പറന്ന്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങളായിരുന്നു അവിടെ. എന്താ വെച്ചാൽ നമ്മുടെ മാനസികമായിട്ടുള്ള ടോർച്ചറിങ് ആയിരുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് കടന്നു ചെന്നപ്പോൾ എല്ലാവരും അയ്യോ ഷീജ വന്നോ, എന്താ അങ്ങനെ അവർ അപ്സെറ്റായി ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ വിഷമം പോലെയായിരുന്നു. പക്ഷേ എല്ലാവരും സ്നേഹം മുഖാന്തരം നിങ്ങളെ ഇത്രയും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ പഴയ ആൾക്കാരെ തന്നെയായിരുന്നു ഈ പ്രാവശ്യം കണ്ടത്? പഴയ ആൾക്കാർ കുറച്ച് പേരുള്ളൂ, പിന്നെ പുതിയ ആൾക്കാർ. അപ്പോൾ പഴയ ആൾക്കാരെ ഞാൻ ചെന്നപ്പോൾ തന്നെ പുതിയ ആൾക്കാരോട് പറഞ്ഞു ഷീജ നല്ല സഹോദരിയാന്ന് പറഞ്ഞ് എല്ലാവരും എന്നോട് നല്ല ഇതായിരുന്നു, സന്തോഷമായിരുന്നു. ഇതും ഒരു പ്രാർത്ഥനയുടെ പോയിന്റാ. സഹോദരി അവിടെ പോകുമ്പോൾ നോർമലി നമ്മളവിടെ പോകുമ്പോൾ ഇവർ കൺവേർഷൻ ചെയ്ത അങ്ങനെ പറഞ്ഞാൽ നമ്മളെ ഇത് ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഫേവർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അത് പ്രാർത്ഥന മുഖാന്തരം ദൈവം എല്ലാ സർക്കംസ്റ്റാൻസസിനെയും നമ്മുടെ അനുകൂലമാക്കും. ഈവൻ ശത്രുക്കളെ പോലും നമ്മുടെ അനുകൂലമാക്കി നമുക്ക് വേണ്ടി അവർ പക്ഷപാതം ചെയ്യും. ഇപ്പം പറഞ്ഞു കേട്ടോ, പുള്ളിക്കാരത്തി അകത്തോട്ട് പോയപ്പോൾ അവിടെ ആദ്യമുള്ള സെയിം ജയിലിലാണ് പുള്ളിക്കാരത്തി പോയത്. അപ്പോൾ ആദ്യമുള്ള ആൾക്കാർ പറഞ്ഞു ഇവരെ പറ്റി സാക്ഷ്യം പറഞ്ഞു ഇവര് നല്ല സ്ത്രീയാ, അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം വിശ്വസിച്ചു. ബിക്കോസ് ഇവർ പല ഇൻമേറ്റ്സ് ഒത്തിരി നാളും കൊണ്ട് ജയിലിൽ കിടക്കുക. അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചത്? പ്രാർത്ഥന മുഖാന്തരമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പോയിന്റുകൾ ലഭിക്കുമ്പോൾ ഇവരല്ല ഇപ്പം ജയിലിൽ കിടക്കുന്ന അനേകരുണ്ട്, അവർക്കെല്ലാം ഈ ഒരു പോയിന്റുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും അതിന്റെ വിടുതൽ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഇന്റർവ്യൂയുടെ ഉദ്ദേശവും. ഈ സഭകൾക്ക് വേറെ വേറെ കാഴ്ചപ്പാട്, എന്തൊക്കെ പ്രാർത്ഥിക്കണം അതൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. ചിലരൊക്കെ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കും, കർത്താവ് അവരെ റിലീസ് ചെയ്യേ. പൗലോസ് 2 വർഷം വരെ ഫെസ്റ്റസ് നോക്കിയിരുന്നു കുറച്ച് പൈസ തന്ന് പൗലോസ് ജയിലിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസ് പോയില്ല. പൗലോസ് വിചാരിക്കുന്നത് ഞാൻ എത്ര അധികം അകത്ത് കിടക്കുമോ അത്രയും കൂടുതൽ ആൾക്കാരോട് സുവിശേഷം പറയാം, സൊലിജേഷനോട് സുവിശേഷം പറയാം, അവരെ കാക്കുന്ന പടയാളികളോട് സുവിശേഷം പറയാം. ആ ഒരു താല്പര്യത്തിൽ അവൻ പോകാതിരിക്കുക. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് ആരെയൊന്നും ജയിലിൽ നിന്ന് വെളിയിൽ ഇറക്കണ്ട. ദൈവത്തിന്റെ ഹിതം പോലെ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കുകയും. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇവരെല്ലാം കണ്ടു, നിങ്ങൾക്കും ഒരു സന്തോഷം തോന്നുന്നു, ഇവരെ ഞാൻ ലാസ്റ്റ് ടൈം കണ്ടതാ, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അകത്തുണ്ടായി? പിന്നെ ആദ്യം ഞാൻ സുവിശേഷം പറയാനൊക്കെ ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചെന്നപ്പോൾ ഈ അവിടെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവിനെ കൊന്ന ഗാഥവരെ കൊന്നിട്ട് വന്നുള്ള ഒരു സഹോദരിയാണ്. അപ്പോൾ 11 വർഷമായി അവർ ഈ ജയിലിൽ തന്നെ. സ്വന്തം ഹസ്ബൻഡിനെ കൊന്ന? സ്വന്തം ഹസ്ബൻഡിനെ വേറൊരാളെ കൊന്നത്. പക്ഷേ കൊന്ന ആൾക്കാരെ ഇവിടെ കൊന്നു. എന്നിട്ട് വന്നിരിക്കും. ഇപ്പോൾ അവർ പറയണത് ഇനി ഒരാളും കൂടി ഉണ്ട്, ഇനി ഞാൻ തിരിച്ചു ചെന്നിട്ട് അയാളും കൊല്ലുന്ന പറഞ്ഞു. അപ്പോൾ ആ സഹോദരി ോട് ഞാൻ പറഞ്ഞു ജീസസ് ലവ്സ് യു അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ശരിക്കും നമുക്ക് സുവിശേഷം പറയാൻ പറ്റില്ല. അവർ നമ്മളുടെ മേലിൽ കുറ്റി ചുമത്തിയിട്ട് ജയിലറോട് ചെന്ന് പറയും. അപ്പം അത്ര ഇതുള്ളതാ. നല്ലൊരു വലിയ കുടുംബത്തിലൊരു സഹോദരിയാണ്. അവർക്കൊക്കെ സ്പെഷ്യൽ ഫുഡ് അതുപോലെ എല്ലാ കാര്യങ്ങളിലും അവരെ താക്കീത് ചെയ്യുന്ന പോലീസുകാരൻ, ഡ്യൂട്ടി പോലീസുകാരൻ. പക്ഷേ എന്തോ നിങ്ങൾ ചെയ്തോണ്ടിരുന്ന ഒരു റുട്ടീൻ ഒന്ന് പറയാമോ? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? രാവിലെ എഴുന്നേറ്റിട്ട് എന്തോ ചെയ്യേണ്ടി അതൊന്ന് പറയാമോ? ഒരു റൂമിന്റെ അകത്ത് എത്ര പേരുണ്ട്? ഞാൻ ചെല്ലുമ്പോൾ 15 പേരുണ്ടായിരുന്നു ഒരു റൂമില്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 35 പേര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു റൂമിൽ. ഞാൻ കിടക്കുന്ന റൂമിൽ അന്ന് അധികം പേരെ കിടത്തിയിരുന്നില്ല. എന്താ വെച്ചാൽ ആദ്യം കടന്നു വരുന്ന 2-3 ദിവസം കടന്നു വരുന്ന ആൾക്കാർ 2-3 ദിവസം ആ റൂമിൽ കിടത്തി. അപ്പോൾ ഞങ്ങൾ അധികം ഒരു ദുഃഖത്തിലല്ല അവർ കടന്നു വരുന്നത്. അപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ് ഞങ്ങൾ കിടക്കുന്നത്. അധികം ആൾക്കാരില്ലല്ലോ, അപ്പോൾ അത് കാരണം അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവരെന്നെ മറ്റു റൂമുകളിലേക്ക് മാറ്റുന്നത്. പ്രാവശ്യം അങ്ങനെയല്ല, എല്ലാവരും ഒരു റൂമിലാണ് കിടക്കുന്നത്. അത് കുറച്ച് പേര് 6 മണിക്ക് എഴുന്നേക്കും. പിന്നെ 7 മണി ചിലപ്പോൾ 6 മണിക്ക് അവർ അടയ്ക്കേണ്ടത് വൈകിട്ട്. പക്ഷേ ഞങ്ങളുടെ അവിടെ 7 മണിയാവും ചിലപ്പോൾ. 6 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ നിങ്ങളുടെ റൂട്ടീനൊക്കെ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കിടക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ ചൂലെടുത്ത് അടിച്ച് വാരി അവിടെ ക്ലീൻ ചെയ്യണം, വെള്ളം വെച്ച് തുടയ്ക്കണം. പിന്നെ അതുപോലെ നമ്മൾ കിടക്കുന്ന ഇതിൻ്റെ റൂമിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ ഉമ്മറം പോലെ ഇതുണ്ട്, അവിടെ എല്ലാം നമ്മൾ വെള്ളം വെച്ചിട്ട് കഴുകണം. അത് ഓരോരുത്തർക്ക് 2 പേര് വെച്ചിട്ട്. ആദ്യം ചെന്നപ്പോഴൊന്നും എന്നെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിച്ചിരുന്നില്ല. പിന്നെ അവർ പുല്ല് പറിക്കാൻ 2 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരുന്ന് പുല്ല് പറിക്കാം, അങ്ങനെ ഒരു എക്സസൈസ് ആവുമല്ലോ എന്നുള്ള. പിന്നെ ഞാൻ പിന്നെ അവരെന്നെ അധികം അങ്ങനെ ജോലിയൊന്നും ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. എല്ലാം അവിടെ ക്ലീൻ ആയിരുന്നു. അവർ ഈ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെ കൊണ്ട് പണി ചെയ്യും. വേദപുസ്തകമില്ലായിരുന്നു. ഞാൻ സിബിച്ചൻ പാസ്റ്ററോട് പറഞ്ഞു എൻ്റെ വേദപുസ്തകം കൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് എലമാ സിസ്റ്റർ അന്ന് കൊണ്ടുപോയല്ലോ, അപ്പോൾ നമ്മുടെ ഇവിടെയും കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറഞ്ഞു അതൊരു നോവലാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാം, മലയാളമല്ലേ. സിബിച്ചൻ പാസ്റ്റർ പറഞ്ഞു അതൊന്നും തന്നയിക്കില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കും, രാത്രിയിൽ മാത്രം പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലാത്ത സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ പിന്നെ കണ്ണ് തുറന്നിട്ട് ഞാൻ മുട്ടുമ ഇരിക്കും. എന്നിട്ട് ഇവരെ ചിന്ത ഞാൻ അവരെ നോക്കിയിരിക്കുന്നു, ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കും. ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കും. എന്തുവാ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ കിട്ടിയത്? ബേസിക്കലി എന്തുവാ ദൈവം ആത്മാവിൽ പ്രേരിപ്പിച്ചത്? എന്തോത്തെ പറ്റി പ്രാർത്ഥിക്കാനാ?
പ്രേരിപ്പിക്കും. നമ്മൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ജയിലർ അവിടെ ബന്ദികളായി വന്നിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. അതെല്ലാം ദൈവം നമുക്ക് ആത്മാവിൽ പെരുന്ന തരുമായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറ് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അകത്ത് അവരെ കൊണ്ടുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കണമെന്നോ വല്ല മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ശിക്ഷിക്കണമെന്നില്ല. അവിടെ ഉള്ളവർക്ക് നമുക്ക് ജാമ്യം കിട്ടിയപ്പോൾ അവരുടെ ഡേറ്റ് വെച്ച 18-നോ അങ്ങോട്ട് ഡേറ്റ് ഞാൻ ചെന്ന സമയത്ത് അവർക്ക് ഒരു സഹോദരിക്ക് ഒരു 11 മാസമൊക്കെ ആയിട്ട് ആ സഹോദരി വന്നിട്ട് ജാമ്യം കിട്ടി. ഇവർക്ക് ജാമ്യം കിട്ടിയില്ല. അപ്പോൾ എന്നോട് ഇച്ചിരി നീരസം പോലെ എനിക്ക് തോന്നി അവർ. പിന്നെ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ശരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കിനി ഡേറ്റ് വെച്ചിരിക്കുന്ന അടുത്ത മാസം 18-ാം തീയതിയാണ്. കൂടുതൽ ഈ പ്രാവശ്യം ദൈവത്തിൽ നമുക്ക് വലിയ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഒരു മാസമല്ലേ ആയുള്ളൂ. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ കൂടുതൽ മാസങ്ങൾ നമ്മൾ കിടന്നില്ലേ. ഓരോരോ അനുഭവങ്ങളല്ല അന്ന് കൂടുതലുണ്ടായില്ല. ഇന്നത്തെ സമയങ്ങളിൽ തന്നെ നമ്മൾ കോർട്ടിൽ പോയ സമയങ്ങളിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ചുരിദാറിലുള്ള എംബ്രോയിഡറി എല്ലാം ഫ്ലവറിൻ്റെ എംബ്രോയിഡറി ആയിരുന്നു. അതെല്ലാം അതിൻ്റെ നടുക്കെല്ലാം കുത്തിക്കീറി വെച്ചിരിക്കുന്ന അനുഭവങ്ങളായിരുന്നു. അത്രയും നമ്മളെ ഉപദ്രവിക്കുമായിരുന്നു. നമ്മുടെ തുണികളെല്ലാം കുത്തിക്കീറി. നമ്മൾ പോകരുത്. അത് ഈ അവിടെ 5-10 വർഷത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടവരായിരുന്നു. അവർക്ക് അവരുടെ ജയിലിൽ നിന്ന് അങ്ങനെ ജാമ്യം കൊടുത്തിരുന്നില്ല. അവർ പിന്നെ അവരുടെ ജയിലിൽ തന്നെ പോകുമ്പോൾ അവർ പറഞ്ഞു ശരി ഞാൻ ചെയ്തല്ല അവരുടെ കുറ്റങ്ങൾക്കും ക്ഷമ തരണം എന്നൊക്കെ പറഞ്ഞു. അവർ പോകുമ്പോൾ പറഞ്ഞു. ഞാനങ്ങനെ ഈ കുത്തിക്കീറിയ ഈ ഡ്രസ്സ് ഞാൻ സൂചി വെച്ച് തുന്നി കുത്തുമ്പോൾ ഞാൻ പറഞ്ഞ കർത്താവ് ഇത് ആരാ ചെയ്തതെങ്കിൽ അവരിവിടുന്ന് പോകണേറ്റ് മുന്നേ അല്ല ഞാനിവിടുന്ന് പോകണേറ്റ് മുന്നേ എന്നോട് ക്ഷമ പറയണത് ഞാനന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അവര് മുന്നേ പോയി. ഇതെങ്ങനെ നിങ്ങൾ ജയിലിൽ കിടക്കുമ്പോഴോ? അവിടെയൊക്കെ ഈ ആണി കിട്ടും. ആണി എങ്ങനെ കിട്ടുന്നെന്ന് അറിയില്ല, എവിടുന്ന് കിട്ടുന്നു. നിങ്ങളുടെ തുണികൾ എങ്ങനെ ഇത് ചെയ്യുമോ? പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഒരു സഹോദരിയോട് പക്ഷെ അവരെല്ലാം വന്ന് ക്ഷമ ചോദിച്ചു. ഇത് ചെയ്ത സഹോദരി പോണ നേരത്ത് അവസാന ഗേറ്റ് കിടക്കുമ്പോൾ അവർ തിരിച്ചു പറഞ്ഞു ഷീജ ഞാൻ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും ക്ഷമിക്കണം. ഞാൻ അവിടെ അടിച്ചു കഴുകാൻ വേണ്ടി വെള്ളം കൊടുന്നിരിക്കുന്ന ആ വെള്ളത്തിലടക്കം അവര് ഓരോ സാധനങ്ങൾ കൊടുന്ന് കലക്കുമായിരുന്നു. മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ. എന്തുവാ കേൾക്കുന്ന ആൾക്കാരോട് പറയേണ്ടിയ പീഡ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥന എങ്ങനെ ഫലിക്കും, അതൊന്ന് പറയാമോ? അവരെ നമ്മൾക്ക് വിരോധമായിട്ട് നിൽക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന്റെ മധ്യത്തിൽ അവരെ മനസാന്തരപ്പെടുത്തും. അവർ നമ്മളോട് ക്ഷമ ചോദിക്കാൻ ഇടയാകും. അവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ജീവിതം കണ്ട് നമ്മൾ സുവിശേഷം അറിയിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതം കണ്ട് അവരെ നമ്മുടെ ദൈവത്തെ അറിയാൻ അവരുടെ ജീവിതത്തിലുണ്ടാകും. അപ്പം നമ്മൾ അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഒരു വൈരാഗ്യമോ വിദ്വേഷമോ നമ്മുടെ കർത്താവ് പറഞ്ഞുള്ള ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലേ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവരനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ അതിൻ്റെതായ കാര്യങ്ങൾ അറിയിക്കുകയായിരിക്കും. ഓക്കെ സാറേ, എന്തൊക്കെയുണ്ട്? സന്തോഷമായിട്ടിരിക്കുന്നോ? സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ജോസ് പാപ്പച്ചൻ സാറിനോട് സംസാരിക്കുമ്പോൾ പുള്ളിക്കും അറിയാം ഞാൻ ഒത്തിരി ദേഷ്യപ്പെടാനും ഒത്തിരി കാര്യങ്ങൾ പുള്ളിയോട് സംസാരിക്കുന്നു. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഒരിക്കലും വിചാരിച്ചില്ല ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷെ എനിക്ക് മനസ്സിലുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ജോസ് പാപ്പച്ചൻ ആ പഴയ ആദ്യം ജയിലിൽ പോയ ജോസ് പാപ്പച്ചൻ അല്ല. ഈ പ്രാവശ്യം ഒരു പുതിയ ജോസ് പാപ്പച്ചൻ. നിങ്ങൾക്കും അത് വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ പുള്ളിയെ പറ്റി? പുള്ളി ആദ്യം പോയപ്പോൾ ഭയങ്കര വിഷമവും നിരാശയും ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അതാണ് എൻ്റെ മനസ്സ് പുള്ളിയുടെ അഗേൻസ്റ്റ് മാറ്റിയത്. ഞാൻ ഇന്നായിരിക്കുന്നത് അതേ ഒരു കാരണമാണ്. ജോസ് പാസ്റ്റർ ലാസ്റ്റ് ടൈമൊക്കെ പോയപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അകത്ത് വിഷമമുണ്ട്, ശരീരസ്ഥിതി ശരിയല്ല, അതൊക്കെ മനസ്സിനെ ഭാരപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി പറയും. പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര സന്തോഷമുള്ളവനാണ്. പോകാൻ നേരത്ത് തന്നെ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ അറസ്റ്റ് ആകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് പുള്ളി സൺഡേ ആരാധനയിൽ വന്ന് പറഞ്ഞതാ ഭയങ്കര സന്തോഷം. എങ്ങനെ ഈ മാനസാന്തരം ഉണ്ടായ? വാട്ട് ഹാസ് എക്സാക്ട്ലി ഹാപ്പൻഡ്? അതൊന്ന് പറയാമോ? ഇത്രയും ഒരു ചേഞ്ച്, ഇത്രയും വയസ്സിലൊരു മനുഷ്യൻ ചേഞ്ച് ആകണമെങ്കിൽ അത് അത്ര ഈസി കാരണമൊന്നും അല്ലല്ലോ. ആദ്യത്തെ പ്രാവശ്യത്തെ പേടിയും മർമറിങ്ങും കംപ്ലൈനിങ്ങും ഇതെല്ലാം മാറ്റി ഈ പ്രാവശ്യം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തിയിട്ടാണ് പോയത്. ഞാൻ പോവുക, നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവം എന്നെ കരുതിക്കോളും, ദൈവം എല്ലാം നടത്തിക്കോളും. എന്ത് പറ്റിയ ജോസാറെ? അറിയത്തില്ല. ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴേ കണ്ണങ്ങ് നിറഞ്ഞു വന്നല്ലോ. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഒത്തിരി ഞാൻ ഷീജ പറഞ്ഞ പോലെ ജയിൽ മിനിസ്ട്രി ഒക്കെ ചെയ്തിട്ടുണ്ട്. പല പാസ്റ്റർമാരോട് പലയിടത്തും പോയി മിനിസ്ട്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞങ്ങൾ ബീഹാറിൽ മിനിസ്ട്രി ചെയ്യുമ്പോൾ ഞങ്ങൾ സസറാമിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ജയിലിൻ്റെ മതിൽ ഇങ്ങനെ ഹൈറ്റായിട്ട് കാണാം.
പക്ഷേ അകത്ത് കയറിയെങ്കിലും ജയിലിൻ്റെ ഒരു ശരിക്കുള്ള അകത്തോട്ട് കയറിയിട്ടില്ല ഈ ജയിൽ പുള്ളികൾ കിടക്കുന്നത്. പിന്നെ കോടതി ആണെങ്കിലും സിനിമയിൽ വല്ലതും കണ്ടിട്ടുണ്ടോ, അല്ലാതെ കോടതിയും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അന്നേരം ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഒത്തിരി നിരാശയായിരുന്നു. ഞാൻ ഈ റിച്ചാർഡ് ഒമ്പനാടും പിന്നെ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ഓർത്തു റിച്ചാർഡിനെ പറ്റി വായിച്ചിട്ടുണ്ട്, വോയിസ് ഓഫ് മാർട്ടിയേഴ്സിന്റെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി പുസ്തകം വായിക്കാറുണ്ട്. അന്നേരം അങ്ങനെ വായിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ഇങ്ങനെ വിചാരിച്ചു അവർക്ക് ധൈര്യത്തോടാം, പക്ഷേ ഞാൻ ഓർത്തു ഞാൻ കൊല്ലപ്പെടും, ഇതുകൊണ്ട് എൻ്റെ കഥ തീർത്തു. ഞങ്ങൾ ആക്ച്വലി ബീഹാറിൽ വന്നിട്ട് ഇവിടെ യു പി വന്നിട്ട് 3 മാസമേ ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്നേരം ആദ്യം ആക്ച്വലി ഇമാനുവലിന്റെ ഫാദർ സാബു തോമസ് പാസിനെ ഒരു ഗ്ലോബൽ പ്രെയർ ഗ്രൂപ്പിലെ KT ജോസഫ് പാസ് മുഖാന്തരം അറിയുന്നത്. അന്നേരം ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരും, ആരാധന ഇവിടെ താമസിച്ചേക്കാൻ പോകും. പക്ഷേ ഗവൺമെന്റ് ഇവിടെ നിന്നിട്ട് നിങ്ങളോട് ഒരു അപേക്ഷ, അഡ്വക്കേറ്റ് സാബു തോമസ് കുടുംബം, വൈഫും 2 ആമ്പിള്ളാരും, അവർ ആ കുടുംബം ഇവരുടെ കൂടെ ആദ്യം തൊട്ടേ നിന്നു. അവരുടെ വീട്ടിൽ അവരെ താമസിപ്പിച്ചു, ആത്മീക കൈത്താങ്ങൽ കൊടുത്തു, എല്ലാം അവരുടെ ആവശ്യങ്ങൾ നിവർത്തിയാക്കി കൊടുത്തു. അഡ്വക്കേറ്റ് സാബു തോമസും പ്രോസിക്യൂഷൻ റിലീഫിൻ്റെ കൂടെ അഡ്വക്കേറ്റ് സാബു തോമസ് ഇവിടുത്തെ ഈ കേസെല്ലാം ലോക്കലി ഹാൻഡിൽ ചെയ്യുമായിരുന്നു. അവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു, അതിന് ഞാൻ ഒത്തിരി നന്ദി പറയറ്റുന്നു. അവർ റിയലി ഇവരുടെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഇവർ ഒന്നുകൂടെ ബ്രേക്ക് ആയതിനേയും. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ അഡ്വക്കേറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടുന്ന ദൈവദാസന്മാരും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് നിങ്ങൾ വിശേഷമായിട്ട് പ്രാർത്ഥിക്കണം. ബിക്കോസ് അവരൊക്കെ ഭയങ്കര റിസ്ക് എടുത്ത ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതിനൊക്കെ പിൻപിൽ നിൽക്കുന്നത്, അവർക്കും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. പറഞ്ഞു. അന്നേരം സൗത്ത് തോമസ് പാസിനെ ഞാൻ ഈ 3 മാസമേ പരിചയമുള്ളൂ. അന്നേരം പിന്നെ ഇവിടെ മറ്റേ ദേവദാസന്മാരെ, ഒന്ന് ഷാജി മാത്യു, പിന്നെ 1-2 ദേവദാസന്മാരെ. അന്നേരം എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഇവരാരെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അന്നേരം ഞാൻ സാബുപാസിനോട് ദേഷ്യപ്പെട്ട് എഴുതിയിട്ടുണ്ട്, വിഷമിച്ച് മറ്റു ഇതാ സ്ഥലക്കെ മറിച്ചാകാൻ അപ്പോൾ ചിന്ത അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് അവരുടെ. പക്ഷെ അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് കൂടുതൽ നിരാശയായി. ബിക്കോസ് അവിടെ കൺവെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നമ്മളെ ഒത്തിരി ഒറ്റപ്പെടുത്തലും പരിഹസിക്കുകയും മെന്റൽ ടോർച്ചർ ഉണ്ടാകുന്ന പോലീസുകാരും നമ്മളോട് മോശമായിട്ടാണ് പെരുമാറി. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ കൃപ മാത്രമേ ഉള്ളൂ, എൻ്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപ. ഞാൻ ഇവിടെ നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ പോയത്? ഞാൻ സന്തോഷത്തോടെ പോയത്. ദൈവത്തിന്റെ കൃപ. ഞാൻ പോകുന്ന മുമ്പേ 2-3 ദിവസമായിട്ട് ഉറക്കം ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ പ്രിപ്പയർ ചെയ്യായിരുന്നു. ഐ ഡോണ്ട് നോ, മെന്റലി മേ ബി ഓൾസോ പ്രിപ്പയറിങ്. ഞാൻ ഈ പാട്ടൊക്കെ പാടി പോയി, സ്വർഗീയ ശില്പിയെ അതൊക്കെ പാട്ട് പാടി. അറിയാമോ പാട്ട്? ഒരു ലൈൻ പാടിക്കേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലല്ല നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ. അപ്പൊ തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു പോകുന്നതിന് മുമ്പ്? ദൈവം നമ്മളെ ഒരുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇവര് ആരില്ലായിരുന്നു, സാബു പാസ്റ്ററും മക്കളും ഇല്ലായിരുന്നു. പിന്നെ സിസ്റ്റേഴ്സോടൊക്കെ തമാശയായിട്ട് പിന്നെ അവരോടും ഞാൻ ജോളിയായിട്ടാണ് സംസാരിച്ചത്. നിങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലോട്ടാണ് പോകുന്നത്, പിന്നെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിട്ടാണ് പോയത്. എനിക്കെന്നേരം ഈ പ്രാവശ്യം സന്തോഷത്തോടെ പോയത്. പിന്നെ അപ്പോൾ 22-ാം തീയതി ഇവിടുന്ന് കോടതി പോകുന്ന മുമ്പ് ഞാൻ പ്രായമുള്ള ദേവദാസന്മാരോടും ഡോക്ടർ ബി മാത്യുവിനോടൊക്കെ പ്രാർത്ഥിപ്പിച്ചിട്ടൊക്കെ പോയി. So you had that confidence within you. അപ്പോൾ പ്രാർത്ഥന ഇതെല്ലാം ഫലിച്ചെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇത്രയും ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പും ധൈര്യവും പ്രത്യാശയും ദൈവത്തിൽ കിട്ടി? തീർച്ചയായിട്ടും എല്ലാവരും ഒത്തിരി പേര് കോടി ആൾക്കാർ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഐ എം നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ്, ബട്ട് മെനി എന്നെ അറിയുന്നവരും ഒക്കെ പ്രാർത്ഥിച്ചു. അത് ദൈവത്തിന്റെ ഒരു കൃപയ. അതിന് നന്ദിയായിരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലം തന്നെയായി അവിടെ എല്ലാ പ്രവർത്തനം. ഈ പ്രാവശ്യം ജയിലിൽ പോയപ്പോൾ സെയിം ആൾക്കാരെയാണോ കണ്ടത്? ഷീജ സിസ്റ്റർ കണ്ടിട്ട് കൂട്ടോ അതോ വേറെ ആൾക്കാരായിരുന്നു? ഞങ്ങൾ ഈ ജയിലെന്ന് പറഞ്ഞാൽ ഒരു 4 ഏക്കർ 5 ഏക്കറിലാണ് ഞങ്ങൾ കിടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 1 ഏക്കർ അല്ലെങ്കിൽ 1.5 ഏക്കറിൻ്റെ അകത്ത് ഓപ്പോസിറ്റ് 2 താഴെ മേളായിട്ട് ഒരു ബിൽഡിംഗ്, അതിലാണ് ഞങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ്. നിങ്ങൾ താഴെയാണോ കിടക്കുന്നത്, കട്ടിലാണോ കിടക്കുന്നത്? എല്ലാവരും താഴെ കിടക്കുന്നത്. വല്ല മാറ്റ് വല്ലതും തരുമോ? പഴയ കമ്പിളി വെക്കുക, കംപ്ലീറ്റ് മേളിൽ കിടക്കുക. കംപ്ലീറ്റ് മേളിൽ. അപ്പൊ എല്ലാവരും ഇങ്ങനെ അടുത്തടുത്താണോ കിടക്കുന്നത്? അത് അടുത്തടുത്ത്. എത്ര പേര് കാണും?
കഴിഞ്ഞ പ്രാവശ്യം 50 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ റൂമിൽ. ഈ പ്രാവശ്യം 18 പേരുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് രണ്ടുപേരുടെയും വല്ല അത് തന്നെ ദൈവം കണ്ടോ, നേരത്തേക്ക് നിറഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പൊ ഇതിന്റെ അകത്ത് 15, നിങ്ങൾക്ക് 18 പേരെ ഉള്ളായിരുന്നു. അപ്പൊ ആൾ ഒത്തിരി കുറവായിരുന്നു നിങ്ങൾ ഈ പ്രാവശ്യം. എന്നെ ഇട്ട സെല്ലില് കുറവായിരുന്നു, ബാക്കി സെല്ലിൽ. ഓ, ദാറ്റ്സ് അനദർ ഫേവർ ദൈവം. അല്ലെങ്കിൽ നോർമലി ജയിൽസ് ആർ ഓവർ ക്രൗഡഡ്, ഒത്തിരി പേര് ഒന്നിച്ചു. പക്ഷെ 2 പേരുടെയും നമ്മൾ ടെസ്റ്റിമണി കേട്ടപ്പോൾ ദൈവം അതിനുവേണ്ടി കൊച്ചു കൊച്ചു കാര്യങ്ങളെ പോലും ദൈവം ഇത്രയും വിശ്വസ്തനാക്കി, ഇത്രയും പേര്. അപ്പം കൂടുതൽ സ്പേസ് കിട്ടി മൂവ് അറൗണ്ട്. ആൾക്കാർ അത്രയും അടുത്തടുത്തല്ല കിടന്നത്. പിന്നെ ഞങ്ങളുടെ സെല്ലിൽ വേറെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിനൊന്ന് മെന്റലി മാഡ് പീപ്പിൾ ഉണ്ടായിരുന്നു, ഭ്രാന്തന്മാരുണ്ടായിരുന്നു. 11 ഭ്രാന്തന്മാര്. പിന്നെ 18 11 ഭ്രാന്തന്മാരായിരുന്നു. അവര് കുറച്ച് ബാത്റൂം സൈഡില്, ഞങ്ങളെ വേറെ സൈഡില്. പിന്നെ അവരവരുടെ ലോകത്തില. പിന്നെ ഹാൻഡിക്യാപ്റ്റും പിന്നെ പ്രായമുള്ള ആൾക്കാരും ഒക്കെ ഞങ്ങളുടെ ഇതില്. ഓ, അപ്പൊ എന്തായാലും നിങ്ങൾ തന്നെ അവിടെ ഒരു ഇതുമില്ലാതെ നിങ്ങൾ സൂചിച്ചു അവിടെ. ബാക്കി അതിനും ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞു, നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ഭ്രാന്തന്മാരുടെ അടുത്ത് ആക്കി. ഞാൻ പറഞ്ഞു അതിന് എനിക്ക് ഭാരമില്ല, ദൈവം എല്ലാം വരിക. യേശു ഭ്രാന്തന്മാരോടും ഈ ഹാൻഡിക്യാപ്റ്റും ബ്ലൈൻഡ് ആൾക്കാരോടും ദാവീദിന്റെയും എല്ലാം കള്ളന്മാരും അതുകൊണ്ട് എന്നോടായിരുന്നു. ഞാൻ മനസ്സിൽ സന്തോഷിച്ചേ ഉള്ളൂ. അതിന് ഭാരപ്പെട്ടില്ല. പിന്നെ ഈ പ്രാവശ്യം എല്ലാം ഇത്രയും പേരുണ്ടായതുകൊണ്ട് കുറച്ച് വൃത്തിയുണ്ടായിരുന്നു. കുറച്ച് ഈ ഭ്രാന്തന്മാര് വൃത്തിയില്ലായിരുന്നെങ്കിലും നമ്മുടെ ഓവറോൾ സെല്ല് വൃത്തി, മനസ്സിൽ വലിയ സ്വസ്ഥത ഉണ്ടായിരുന്നു. സ്വസ്ഥത ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുകയൊക്കെ വേദോസം കിട്ടിയോ? വേദോസം കൊണ്ടുപോകാൻ അവർ സമ്മതിക്കത്തില്ല. അവിടെ ഖുറാനും ഹിന്ദുക്കളുടെ എല്ലാ ബുക്കുകളുണ്ട്, പക്ഷെ നമുക്കില്ല. പക്ഷെ നമുക്ക് പുസ്തകമില്ല. നമുക്ക് പുസ്തകം ഇല്ല, മേടിച്ചു വായിക്കാൻ ഒക്കത്തില്ല. ഇല്ല. ഓക്കെ. അപ്പം രാവിലെ ഇതുപോലെ 6 മണിക്ക് എന്നേക്കും? 6 മണിക്ക് എന്നേക്കണം. അവരെ വന്ന് എന്നെത്തിക്കും. എന്നിച്ചിട്ട് ഈ സെല്ലിൽ ഞാൻ വന്നപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ചീഫ് പോലീസുകാരും എൻ്റെ ഒരു ഫേവറായിരുന്നു. അന്നേരം ഈ ഞങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ ഈ ഒരു സർക്കിളുണ്ട്, ഇങ്ങനെ സർക്കിളിൽ ഒരു പിന്നെ സർക്കിൾ ഇങ്ങനെ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സർക്കിളുണ്ട്, അതിലായി ജയിലറൊക്കെ ഇരിക്കും. അന്നേരം ഞങ്ങളെ കറങ്ങി ഇങ്ങനെ വരണം, ആ ജയിലറിനെയൊക്കെ കണ്ടിട്ട് വരണം. അന്നേരം എന്നെ വിടത്തില്ലായിരുന്നു, പറഞ്ഞ് നിങ്ങൾ കുറച്ച് പേരെ വിടത്തില്ലായിരുന്നു. എന്നാലും ഞാൻ ഒഫീഷ്യൽസിന്റെ ഫേവർ, ദാറ്റ്സ് അനദർ പ്രേയിങ് പോയിന്റ്. ഈ ജയിലർ ആയാലും പോലീസ് ഓഫീഷ്യൽസ് ആയാലും എല്ലാവർക്കും വലിയ ഫേവർ ഉണ്ടായിരുന്നു. അവരിവരുടെ കൂടെ നിന്നു, ഇവരെ സഹായിച്ചു, അനാവശ്യം ഉപദ്രവിക്കാൻ അനുവദിച്ചില്ല. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ദൈവം ഈ പ്രാർത്ഥന മുഖാന്തരം വ്യത്യസ്ത അനുഭവമായിരുന്നു. എൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി, ഞാനും ഓർത്തു ജോസ് പാപ്പച്ചൻ ധർമ്മപർവ്വതൻ എനിക്ക് ചിച്ചി ധർമ്മപർവ്വതൻ കർണവാൽ ആർമിയെ ഇയാളോട് ആരാപ്പേര് പറഞ്ഞത്. പക്ഷെ എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറയുക, പുള്ളി എന്നോട് സംസാരിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ജോസ് പാപ്പച്ചനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പുള്ളി അങ്ങനത്തെ ആരും എങ്ങനെ എനിക്കിപ്പോ മനസ്സിലായി ധർമ്മപർവ്വതനൊന്നും ഇല്ല. നിങ്ങൾ കയറിയപ്പം പേടിയുണ്ടായിരുന്നു എപ്പോഴാ ഹിയറിംഗ് നടക്കാൻ പോകുന്നത്? ഇല്ല, ഞാൻ ഒരു പേടിച്ചിട്ടല്ല പോയി, സന്തോഷത്തോടെ പോയി. എപ്പോഴേലും ആവട്ടെ. നിങ്ങളും അതുപോലായിരുന്നോ? ഈ പ്രാവശ്യം പാസ്റ്റർ പറഞ്ഞു 3 മാസം എടുക്കും. ഞാൻ 3 മാസത്തേക്ക് തുണിയൊക്കെ എടുത്തിട്ടാ പോയെ. 3 മാസത്തേക്ക് തുണി കൊണ്ടാ പോയെ? തുണി സാധനങ്ങൾ കൊണ്ടൊക്കെ പോയെ. ആണോ? ഞാൻ സിസ്റ്റർ പറഞ്ഞു ബിസിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാ, ഞാൻ 3 മാസം ചിലപ്പം വരുമെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരും മനസ്സിലിങ്ങനെ ഉറപ്പിച്ചിരിക്കും ഇത്ര എളുപ്പം ഡേറ്റ് ഒന്നും കിട്ടത്തില്ലെന്ന്. അല്ല, ഞങ്ങൾ സാവകാശം വിളിച്ചപ്പോഴല്ലേ, ഞാൻ 18-ാം തീയതി പോയി. അന്ന് എനിക്ക് അറിയില്ല 3 മാസം. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ സിസ്റ്റേഴ്സ് ഡ്യൂട്ടി പോലീസുകാർ പറഞ്ഞു, ചെയ്ത് പേടിക്കേണ്ട, 1 മാസത്തിൻ്റെ ഉള്ളിൽ ശരിക്കും ഇത് കിട്ടും, ബെയിൽ കിട്ടും എന്നും പറഞ്ഞ് അവര് എന്നെ ആശ്വസിപ്പിച്ചു. കേട്ടോ, നിങ്ങള് പോയവര് തന്നെ ഇത്ര എളുപ്പമൊന്നും വെളിയിൽ ഇറങ്ങത്തില്ലെന്ന് വിചാരിച്ചാ പോയത്. 3 മാസത്തെ തുണി കൊണ്ടാ സഹോദരൻ പോയത്. എന്നെ വീട്ടിൽ പോകാന്നാ പറഞ്ഞിട്ട് പോയത്. അപ്പം പുള്ളിക്ക് ഒരു ഹോപ്പും ഇഷ്ടവും ആഗ്രഹം ഇല്ലാത്ത വെളിയിലെങ്ങാനും വരാറില്ല. പക്ഷെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഇത്ര എളുപ്പം രണ്ടുപേരുടെയും സന്തോഷം കണ്ടോ. ഇവര് ജയിലിൽ പോകാന്ന് പറയാമോ? 2ാമത്തെ പ്രാവശ്യം ജയിലിൽ പോകാന്ന് പറയാമോ? ഇല്ല. ശരീരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ശരീരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങൾ അങ്ങനെ ശരീരത്തിൽ നിന്നും ബുദ്ധിമുട്ടിച്ചല്ലോ? ജയിലിലാണ്. രണ്ട് കാര്യം ഇതിൽ പറയാം. പറഞ്ഞതിൻ്റെ കാര്യത്തോടുന്ന ഇവിടെ വൈഫ് 18-ാം തീയതി അറസ്റ്റായി. ഇവർക്ക് ജാമ്യം 5-ാം തീയതി ലഭിച്ചു. 5-ാം തീയതി ലഭിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് 6-ാം തീയതി ലഭിക്കുമെന്ന്. ഞാൻ 6-ാം തീയതി ചുമ്മാ സാവഭാഷ വിളിച്ചത്. പാസ്റ്റർ കോടതിയിലായിരുന്നു. കോടതിയിൽ അവിടുന്ന് വിളിച്ചു, ഹല്ലേലൂയ, ജോസ് പാപ്പച്ചൻ്റെ പ്രത്യാശയും പ്രാർത്ഥന കൊണ്ട് പ്രകാരം ജോസ് പാപ്പച്ചനും പാസ്റ്ററിനും ജാമ്യം കിട്ടിയില്ല. അന്നേരം ഞാൻ സന്തോഷിച്ചു, ചിന്തിച്ചില്ല. അന്നേരം പലരും ജയിലിൽ എല്ലാവരും പറഞ്ഞു, ഈ ജാതികൾ തന്നെ പറഞ്ഞു ഇത് ദൈവത്തിന്റെ ഒരു കുറച്ച് പേര് പറഞ്ഞു ഇത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വേഗം കിട്ടത്തില്ല എന്ന് പറഞ്ഞു.
ശരീരസ്ഥിതി എങ്ങനെ ഉണ്ടായിരുന്നു ശരീരസ്ഥിതി ഈ പ്രാവശ്യം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തോട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഞാൻ 2 മാസം 2.5 മാസം അല്ലെങ്കിൽ 3 മാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ജയിൽ ഹോസ്പിറ്റലുണ്ട്. ജയിൽ ഹോസ്പിറ്റലിൽ കിടന്നു ഈ ശ്വാസമുട്ടലിന്റെ പ്രയാസത്താൽ. ഈ പ്രാവശ്യം ശ്വാസമുട്ടലിന്റെ പ്രയാസത്താൽ 1 ദിവസം കിടന്നു. പിന്നെ ഇവിടെ റിലീസ് ആകുന്നതിന്റെ മുമ്പ് മുട്ടുവേദന ഉണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയായിട്ട് മുട്ടിൽ വേദന ഉണ്ട്. ഇത് ഒത്തിരി മുട്ടുവേദന ഉണ്ടായിരുന്നു, നടക്കാൻ വയ്യായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം സ്റ്റൊമക് പെയിൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. ഫുഡ് ഓർ വാട്ടർ. എന്നാലും പഴയ പോലെ ബുദ്ധിമുട്ടില്ലായിരുന്നു. എല്ലാവർക്കും നന്ദി പറയണമെന്ന് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി നന്ദി. നിങ്ങൾ പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളോട്ടുള്ള ഇനി അനേക ദേവദാസന്മാർ, ഞങ്ങളെക്കാളും കൂടുതൽ ചാർജസ് ഉള്ള ദേവദാസന്മാർ, കുറ്റം ഉള്ളവർ ഇപ്പോൾ എപ്പോഴും ജാമ്യം ലഭിച്ചിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർക്കൊക്കെ ജാമ്യം ലഭിച്ച് അവർ പുറത്തിറങ്ങാൻ, യൂത്തിൽ വലിയ റിവൈവലാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആന്റി കൺവെൻഷൻ നിയമം ക്യാൻസലാകാൻ പ്രാർത്ഥിക്കണം. എന്നോട് വല്ലതും ദേഷ്യമുണ്ടോ? എന്തെങ്കിലും ദേഷ്യം വിഷമം വല്ലതും ഇല്ല. ഫസ്റ്റ് വിഷമമുണ്ടോ? Thank you very much.